ശശി തരൂരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ ശശി തരൂരിനെ LDF സ്വീകരിക്കും. മതനിരപേക്ഷ നിലപാടുള്ള ആർക്കും LDF-ൽ വരാമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ശശി തരൂർ ഒരു വ്യക്തിയോട് എന്ത് സമീപനം എന്നുള്ളതല്ല ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രധാന പ്രശ്നം പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നു. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാർട്ടികളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ വരാൻ തയ്യാറാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ശശി തരൂർ വിടില്ല. ശശി തരൂർ LDF-മായി സഹകരിക്കാൻ തയ്യാറാക്കുന്ന നിലയാണ്. അയാൾ പാർലമെന്റ് മെമ്പറാണ്, ദേശീയ രാഷ്ട്രീയത്തിലെല്ലാം ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്നതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയില്ല. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, CPM-ലേക്ക് ശശി തരൂരിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചന തന്നെയല്ലേ TP രാമകൃഷ്ണന്റെ വാക്കുകളിലുമുള്ളത്? അതായത് TP രാമകൃഷ്ണൻ LDF കൺവീനർ തന്നെ ശശി തരൂരിനെ തള്ളുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ശശി തരൂർ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് LDF കൺവീനർ തന്നെ പറയുന്നത് ശശി തരൂരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത്. ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല. LDF-ന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ നിലപാട് സ്വീകരിക്കുന്ന ആരെയും പാർട്ടിയിലേക്ക് ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ ശശി തരൂരിനെ LDF-ലേക്ക് സ്വീകരിക്കുമെന്നുള്ളത് LDF കൺവീനർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ നിലപാടുകൾ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. പക്ഷേ LDF കൺവീനർ തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ശശി തരൂരിനെ തള്ളുകയും ചെയ്തിട്ടില്ല. എന്തായാലും അങ്ങനെ വരാനുള്ള ഒരു പ്ലാൻ ശശി തരൂരിനുണ്ട് എങ്കിൽ നേരത്തെ തന്നെ LDF-ലേക്ക് സ്വാഗതം ചെയ്യുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ. നന്ദഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.